നമസ്കാരം, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കും. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? വറുത്തരച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ്. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി പോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി. അപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി എന്ന് 2 ടൈപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തരച്ചിട്ടുള്ള കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നമുക്ക് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതേസമയം അത്രയും ടേസ്റ്റിയാണ്. ഇരിക്കുന്നതോറും അതിന്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ രാവിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കണം നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് വെച്ചാലോ? അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, പിന്നെ ഒരു വലിയ തക്കാളി. എത്രയാണ് ഇപ്പോൾ തൽക്കാലം ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള നമുക്ക് മീഡിയം പീസസ് ആയിട്ട് അങ്ങ് മുറിക്കാം. എന്തായാലും നമുക്ക് കുക്കറിലിട്ട് വേവിക്കേണ്ടതാണ്. സവാള ഇല്ലെങ്കിൽ ചെറിയുള്ളി ആണെങ്കിൽ ഒരു 10 ചെറിയുള്ളി കേട്ടോ 2ആയിട്ട് മുറിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. സോസ് പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു നാടൻ കറി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയുള്ളി കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ സ്ഥിരം കറിയായിരുന്നു. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കണം. സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയിരിക്കണം, എന്നാലും തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളി കുറവാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി വരെ ആവാം. ഇതും മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതങ്ങ് വഴറ്റിക്കെടുത്തുകൊണ്ടിരിക്കാം. നന്നായി തക്കാളി കുക്കാവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. അതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി കുക്കാവട്ടെ. പെട്ടെന്ന് കുക്കാവണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചാൽ മതി. നമ്മുടെ തക്കാളിയും സവാളയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കർ എടുക്കാം. ആ കുക്കറിലോട്ട് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലേ, ആ പൊട്ടറ്റോയും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പൊട്ടറ്റോയിലേക്ക് ഉപ്പ് ആവശ്യമാണല്ലോ. അല്പം കൂടെ മതി, കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് കൂടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് പൊട്ടറ്റോ വേവാൻ ആവശ്യമുള്ള വെള്ളം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിക്കുക. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വറുത്തരയ്ക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു വിസിൽ കേട്ടോ. നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്തും കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവേ, അത് മതിയാകും. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. എൻ്റെ കൈയളവ് പറയുകയാണെങ്കിൽ 1.5 പിടി തേങ്ങ. അത് മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. അതായത് 2 പച്ചമുളക് നെടുകെ കീറിയത്, അതുപോലെ തന്നെ ഇവിടെ നാട്ടിലെ വെളുത്തുള്ളിയാണ്, അത് 2 വെളുത്തുള്ളി. ഇപ്പോൾ ദുബായിലൊക്കെ കിട്ടുന്ന വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 1 വെളുത്തുള്ളി മതിയാകും. അതുപോലെ തന്നെ ചെറിയ ഉള്ളി 2 എണ്ണം, പിന്നെ ഇഞ്ചി വളരെ ചെറിയ കഷ്ണം ചെറുതാക്കി അങ്ങ് കട്ട് ചെയ്തത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് പെരുംജീരകം, അതായത് ഫെനൽ സീഡ്സ്. ചെറിയ ജീരകമല്ല, നല്ല ജീരകമല്ല, പെരുംജീരകമാണ് ഒരു നുള്ള് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. അതായത് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ഓർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വറുത്തെടുക്കണം. സമയം എടുത്ത് വറുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും, പക്ഷേ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. നമ്മളിത് ബ്രൗൺ കളർ ആവുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഇപ്പോൾ ചേർക്കില്ല. അതേസമയം ഇപ്പോൾ മൊത്തത്തിലുള്ള മല്ലിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് മാറ്റി റോസ്റ്റ് ചെയ്ത് വെക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ എളുപ്പം ഇന്നത്തെ കാലത്ത്. കാരണം കുട്ടികളുടെ പുതിയ ജനറേഷൻ കുട്ടികളുടെ അടുത്തൊന്നും എന്താ പറയുക ഹോളായിട്ടുള്ള മല്ലിയോ മുളകൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ പിന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. നന്നായിട്ട് ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ കാര്യമായിട്ട്, കാരണം നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണിത്.
ടേബിൾ സ്പൂണിൻ്റെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും. അതായത് അരമുറി തേങ്ങ കേട്ടോ. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നായിട്ട് വേണം നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പെരുംജീരകം ഇടുന്നത് എന്തിനാണെന്ന് അറിയാമോ? പെരുംജീരകം ഇട്ട് കഴിഞ്ഞാലാണ് ഒരു ചിക്കൻ കറിയുടെ ഒരു വാസന വരുള്ളൂ. അതേസമയം പെരുംജീരകം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഒരു വിരോധമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് കേട്ടോ. ഓരോരുത്തർക്ക് എരിവനുസരിച്ച് മാറ്റം വരുത്തണം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെ അളവ് നമ്മൾ എപ്പോഴും കുറച്ച് എടുക്കാൻ പാടുള്ളൂ, ഒരുപാട് ഇടാൻ പാടില്ല. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കുറവ് കേട്ടോ. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ, അതായത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് ചൂടാറാൻ അനുവദിക്കാം. ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. അമ്മിയൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മിയിൽ അരച്ചെടുക്കുന്നതായിരിക്കും ഉത്തമം. അത്രയും ടേസ്റ്റ് നമുക്ക് മിക്സിയിൽ അരച്ചാൽ കിട്ടില്ല. പക്ഷേ മിക്സി മാത്രമേ ഉള്ളൂ എങ്കിൽ മിക്സിയിലല്ലേ അരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത് അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റോളം നേരം നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം അത് അരച്ചെടുക്കാം. അപ്പോൾ നല്ല മഷി പോലെ അരയണം, അതായത് നല്ല നൈസായിട്ട് അരയണം. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ച് പതുക്കെ അരയ്ക്കുക. അല്ലാതെ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് കിട്ടില്ല. ഇതിൽ അരച്ചിട്ട് ശേഷം നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ കുക്കറിൽ വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലത്തെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പൊട്ടറ്റോ നന്നായി കുക്കായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വിസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 വിസിലൊക്കെ ഉണ്ടെങ്കിൽ ആകെ ഉടഞ്ഞു പോകും. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞ് ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അമ്മയൊക്കെ ഫ്രൈ ചെയ്യാറൊന്നുമില്ല. അമ്മ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ളത്. അമ്മയുടെ റെസിപ്പി ഞാനിപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞിട്ടുമില്ല. മനസ്സിലായ? ഈ ഒരു പരിവായിരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലാന്ന് വെച്ചാൽ ഉടഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ അരച്ചതിന് ശേഷം കൊണ്ടുവരാം. ഇതാ നമ്മൾ അരച്ച് നന്നായിട്ട് ചേച്ചി ആദ്യം കുട്ടാട്ടൻ അരയ്ക്കാൻ ശ്രമിച്ചു. പിന്നെ അത് പിന്മാറി ചേച്ചിക്ക് കൊടുത്തു. നല്ല മഷി പോലെ അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പൊട്ടറ്റോൻ്റെ കൂട്ടത്തിൽ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ മേലേക്ക് തിളച്ച് പോകും. അപ്പോൾ മേലേക്ക് ഒരുപാട് അങ്ങ് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റുള്ള പാത്രം ആണെങ്കിൽ നന്നായിരിക്കും. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ മതി. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് ഉടയാതെ സൂക്ഷിക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചാറ് എത്ര വേണം അതിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ തീരുമാനിക്കാൻ. ഒരുപാട് ചാറുണ്ടായിട്ട് കാര്യമില്ല. കാരണം അപ്പോൾ ഒരു വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് നേരം തിളപ്പിക്കണം. അപ്പോഴാണ് ഈ പൊട്ടറ്റോയിലേക്കൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു പച്ചമുളക് മുറിച്ചിട്ടാൽ മതി. ഇനി മുളക് പൊടി ഒന്നും ഇടാൻ നിൽക്കണ്ട. അതേസമയം മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ വറുത്ത് മുളക് പൊടി റോസ്റ്റ് ചെയ്തിട്ട് ഇടണം. അല്ലാതെ പച്ചയ്ക്ക്, അതായത് ഒട്ടും റോസ്റ്റ് ചെയ്യാണ്ട് ചുമ്മാ അങ്ങ് ഇടാൻ പാടില്ല. അപ്പോൾ അതിനൊരു പച്ചരസം വരും. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ തീരുമാനിക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു 5 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടങ്ങ് ബോയിൽ ചെയ്യണം കേട്ടോ, തിളയ്ക്കണം. പിന്നെ ഈ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് രാത്രി ആകുമ്പോഴേക്കും പിന്നെ പറയേ വേണ്ട. പിന്നെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണ്, ഉപ്പ് തീരെയില്ല. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം, മിക്സ് ചെയ്യുക. ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുട്ടാട്ടോട് കൈ കാണിക്കുന്നുണ്ട്. എരിവ് വേണം, പുളി വേണം, ഉപ്പ് വേണമേ. പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയുടെ ടേസ്റ്റ് ആയിട്ട് വരണം. പക്ഷേ ഇരിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക. ഞാൻ ഒന്നും കൂടെ കുട്ടാട്ടനെ കൊടുക്കട്ടെ കേട്ടോ. ഇത് കാച്ചിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ ഈ ഉള്ളിയൊക്കെ കാച്ചണം, കുറച്ചും കൂടെ നേരെ ഇത് തിളയ്ക്കണം. അപ്പോഴാണ് ടേസ്റ്റ് റിയലായിട്ട് വരുള്ളൂ. ചൂടുണ്ട്. പുളിയാ ശരിയായിക്കോളൂ. ഇരിക്കുമ്പോൾ കുറച്ച് തിളച്ച് വറ്റണത്, നന്നായി തിളച്ച് വറ്റുമ്പോഴാണ് ആ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കുറച്ച് പുളിയുടെ കുറവുണ്ടെന്നാണ്. പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ പുളി വന്നോളും. ഞാൻ നോക്കട്ടെ. അഥവാ പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു തക്കാളി പകുതി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ചുമ്മാ തക്കാളി ഇടാൻ പാടില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒന്നും ഒഴിച്ച് നന്നായിട്ടുണ്ടാവില്ല, കാരണം വറുത്തരച്ച കറിയല്ലേ. നമുക്ക് നോക്കാം. അവസാനം പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല.
കുറച്ചൊന്ന് വറ്റട്ടെ കേട്ടോ കറി. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അത് മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കാച്ചി ഒഴിക്കണം. ഓക്കെ, ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ സവാളയും തക്കാളിയൊക്കെ വാട്ടിയ പാത്രം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 4 ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വാട്ടി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മുടെ ഉള്ളിയൊക്കെ. നമ്മുടെ ഉള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അതിന് ശേഷം സെർവ് ചെയ്യാം. അതിനുശേഷം ഞാൻ ടേസ്റ്റൊക്കെ നോക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം പെർഫെക്റ്റ് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ പറ്റിയപ്പോൾ പുളിയൊക്കെ എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. കുട്ടാട്ടൻ പുളി കുറവാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ. കഷ്ണം കണ്ട കഷ്ണം കറക്റ്റായിട്ട് ഇങ്ങനെ കാണണം. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ കടച്ചക്ക വറുത്തരച്ച കറി എത്ര പേര് വെച്ചിട്ടുണ്ട്? വെക്കാത്തവർ വെക്കാൻ മറക്കരുത്. കാരണം ഇപ്പോൾ കടച്ചക്കറി സീസണാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ മറക്കരുത്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. നല്ല അടിപൊളി ചിക്കൻ കറിക്ക് തുല്യമായിട്ടുള്ള നമ്മുടെ പൊട്ടറ്റ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് പറയാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമാണ് അത് മറ്റുള്ളവരോട്ട് എത്തുള്ളൂ. അത് മറക്കരുത്. അപ്പോൾ ഞാൻ ഫൈനലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അടിപൊളി, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് അതിലേക്ക് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. എപ്പോഴും ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ വഴറ്റി മാത്രം ചേർക്കാൻ പാടുള്ളൂ, അല്ലാതെ പച്ചയ്ക്ക് ചുമ്മാ ഇടാൻ പാടില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ ആ റോ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കുട്ടമ്പായാണ് അജിത ചേച്ചിയിലും തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അരയ്ക്കുന്നു. ഇവിടെ അമ്മിക്കല്ലിൽ കുട്ടമ്പായി ഇങ്ങനെ നമ്മുടെ പൊട്ടറ്റോ വറുത്തരയ്ക്കാൻ വേണ്ടി കണ്ട് അരച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടേട്ടന് അരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ? നമ്മളത് വീട്ടിലെപ്പോഴെങ്കിലും ഞാൻ ചേച്ചിനെ സഹായിച്ചിട്ടുണ്ടോ? കുട്ടേട്ടൻ സഹായിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കംപ്ലൈന്റ്. പക്ഷെ ഇവിടെ ഇപ്പൊ ദേ അരച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ നന്നായി അറിയണം. കുറച്ചും കൂടെ വെള്ളം വേണം. ഇച്ചിരി വെള്ളം തൊടണ്ടേ ചേച്ചി? ഏത് വെള്ളം തീർക്കണത്? നല്ല വെള്ളം. മഷി പോലെ അറിയണം. അപ്പോഴാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ ചെയ്തു ചേച്ചിക്ക് ഇരട്ടിപ്പണിയാവുന്ന എനിക്ക് തോന്നുന്നത്. അയ്യോ, ചേച്ചി ഇങ്ങനെ അന്തം വിട്ട് നിക്കുന്നുണ്ട്. ഭർത്താവ് എന്താണ് കാണിക്കുന്നത് കണ്ടില്ലേ? അത് പോരാ, അത് പിന്നെ അമ്മിക്കല്ല് കൈവിടുന്നു, അമ്മിക്കല്ല് കൈമാറുന്നു. അടുത്ത ആൾക്ക് കൈമാറി. എന്താ ഭാവ നത്തക്കൊമ്പ് വെക്കാം. ഞാൻ ആദ്യം പോയിട്ട് ഈ 2 മണിക്ക് ഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോണ കുട്ടമാമനെയും വിളിച്ച് പോണം. ആജി ചേച്ചി എല്ലാം തിരിച്ച് ബാക്കിലോട്ട് എടുക്കണം. ചെയ്ത് മുഴുവൻ വെള്ളത്തിലായിരുന്നു. ജാമ്പായി നാളെ വിളിച്ച് ചെരുകി ജാമ്പായി ചെറിയത് നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്തു. സാറില്ല ഇതിങ്ങനെ ഇങ്ങനെ എനിക്കുള്ളു. അതെ കണ്ടില്ലേ, ഇപ്പൊ നല്ല നൈസായി വന്നണ്ട. ഇവിടം വരെ വന്നിട്ട് കാര്യമില്ല. അതെ, സിനിമ നടിമാരി ഇറക്കിനുണ്ട്. ആ ജയറാമിന്റെ ഒരു പടത്തില് ഇവരൊക്കെ വായിച്ച് തമ്മിൽ അതാ ഒരു ഷോർട്ട് കാണിക്കുന്ന അവരായിരിക്കണമെന്നല്ല. അതെ, എന്തെങ്കിലും പണിയാവി കൊടുത്തോ കുട്ടമാമൻ ചെയ്യും. ഓക്കെ, എന്താ വേണം ചെയ്തോ. അവിടെ വരപ്പിക്കല് കുറച്ച് കാണിച്ചു. ആദ്യമൊക്കെ അറിഞ്ഞു, പിന്നെ ഇപ്പുറത്ത് കയറ്റി വെച്ചോളി. ബാങ്ക് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് അപ്പുറത്ത് കയറ്റി വെച്ചു.